സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സമീഷാണ്. ഞാനിപ്പോൾ നമ്മുടെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻകാവിലാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. എൻ്റെ നെഞ്ചുകൊട്ടി പാടണ തോറ്റം പാട്ട് നിന്നെയുള്ള മലിയണയതു കേട്ടു കേട്ട് എൻ്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുന്നിൽ എന്നും മീനൂട്ട് എൻ്റെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ തന്നിടേണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാസേഷ നിന്നീരാട്ട് തന്നിടേണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാസേഷ നിന്നീരാട്ട് നിന്നടയർ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട് പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട് എൻ്റെ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എൻ്റെ പൊന്നു മുത്തപ്പ. തൊഴുത് കഴിഞ്ഞ് നേരെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ്. നല്ലൊരു വൈബാണ് അവിടെ. പറശ്ശിനിക്കടവ് വെച്ചാൽ മുത്തപ്പൻ്റെ മടപ്പൂരല്ലേ. ഞങ്ങളിന്ന് ആസ്വദിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അതിന് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രാർത്ഥിച്ച് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ മതമില്ല, ജാതിയില്ല, എല്ലാ മനുഷ്യർക്കും ഇവിടെ വരാം. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ പറശ്ശിനിക്കടവ്. എന്നുവെച്ചാൽ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെയാണ്. വളപട്ടണം നദിയിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്ത്, ബോട്ടിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ്. അതുപോലെ തന്നെ അവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ഭാഗത്ത് നിന്ന് അമ്പലത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴൊരു ഫീല് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കാണ് വല്ലാത്തൊരു ഗുഡ് വൈബാണ് ഇവിടെ. ഇവിടെ വൈകുന്നേരവും രാവിലെയൊക്കെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. നല്ല എല്ലാ കാര്യങ്ങളും മുത്തപ്പനോട് പ്രാർത്ഥിക്കുക, എല്ലാം നടക്കും. ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാട്ടോ. ഏകദേശം എല്ലാവരും ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഫോട്ടോ എടുക്കാറ്. അങ്ങനെതാ തിരിച്ച് ഞാനിത് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ആ പ്രസാദം കിട്ടുക. ഇതിൻ്റെ ടേസ്റ്റ് സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയാണ്. ആ പയറും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പൂളും പിന്നെ ഒരു കാപ്പിയും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങുകയാണ്. പിന്നെ അക്കൗണ്ടിൽ കുറച്ച് ടോയ്സൊക്കെ നോക്കി കുറച്ചെടുത്ത്, ഓരെടുത്തിരുന്നില്ല, കുറച്ചെടുത്ത്. ഇതൊക്കെ വരുന്ന വഴിക്ക് കാണുന്ന കടകളാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു കാറൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള പരിപാടിയിലാണ്. അമ്പലത്തിൽ ഞങ്ങൾ ഇറങ്ങി. ഇതൊക്കെ അവിടുന്ന് വരുമ്പോഴുള്ള കച്ചവട പീടികളാട്ടോ. എന്ത് മനോഹരമല്ലേ, ഫോട്ടോസും മാലകളും കമ്മലും വളകളും ഓരോ ടോയ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സമീഷ് വ്ലോഗർ വീണ്ടും കാണാം. ബൈ ഗൈസ്, ടാറ്റാ.